ഇന്നത്തെ ക്യാപ്റ്റൻസി നോമിനേഷൻ ടാസ്കിൽ നൂറ ഒണീലിനെ തെരഞ്ഞെടുത്തത് 100% റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനായിരുന്നു. അതിന് മാനുഷികമായ കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിഷ്പക്ഷമായ നിലപാട് എന്ന് പറയുന്നത് ഇതിനെയാണ്. നൂറയ്ക്ക് വേണമെങ്കിൽ ആദിലെ തെരഞ്ഞെടുക്കാമായിരുന്നു അല്ലേ? എല്ലാവരും ആദിലെ നൂറ തെരഞ്ഞെടുക്കുമെന്നാണ് വിചാരിച്ചതും. ആദിലെ തെരഞ്ഞെടുക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം എനിക്ക് പോലുമുണ്ട്. കാരണം ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തത് ടാസ്കിൽ ആദിലയാണ്. പക്ഷെ നൂറ ആദിലയുടെ പേര് പറഞ്ഞാൽ അതൊരു ഫേവറിറ്റിസം ആയി പോവും. തന്റെ പാർട്ട്ണറെ തെരഞ്ഞെടുത്തു എന്നായി പോവും. അതുകൊണ്ട് തന്നെ നൂറയ്ക്ക് പറയാൻ പറ്റില്ല. പകരം നൂറ തെരഞ്ഞെടുത്ത പേരാണ് ഇതിലെ ഇൻട്രസ്റ്റിംഗ് കാര്യം. ഒണിയിൽ. ഇന്നലെ മുതൽ മാനസികമായി തകർന്നു നിൽക്കുന്ന ഒണിയിൽ. മസ്താനിയെ കയറി പിടിച്ചു എന്നൊരു ആരോപണം ലക്ഷ്മി എടുത്ത് ഒണിയിലിന്റെ തലയിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് കൺഫഷൻ റൂമിൽ പോലും പോയി കരഞ്ഞ് സങ്കടപ്പെട്ടു വന്നിരിക്കുകയാണ് ഒണിയിൽ. ആക്ച്വലി ആദിലെ നൂറയും ഒക്കെ ഇക്കാര്യത്തിൽ ഒണിയിലിന്റെ കൂടെയാണ് നിന്നത്. സോ അങ്ങനെ ഒരു ക്യാപ്റ്റൻസിയിലേക്ക് തെരഞ്ഞെടുത്തതിലൂടെ മാനസികമായി തളർന്നിരുന്ന, കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിരുന്ന ആ ഒണിയിലിന് തീർച്ചയായിട്ടും ഒരു ഭയങ്കര സഹായമാണ് നൂറ ചെയ്തു കൊടുത്തത്. രണ്ടാമത്തെ കാര്യം, ടാസ്കിൽ ഏറ്റവും നന്നായിട്ട് പ്ലാൻ ചെയ്ത 3 പേരെടുത്താൽ ലക്ഷ്മി, ഒണീല്, അതുപോലെ നമ്മുടെ അഭിലാഷ്, ഇവർ 3 പേരാണ് ഏറ്റവും കൂടുതൽ പ്ലാനിങ്ങുകൾ ചെയ്തത്. അത് നടപ്പാക്കുന്നതിൽ വലിയൊരു പങ്ക് അക്ബറും വഹിച്ചിട്ടുണ്ട്. പക്ഷെ അക്ബറിന് ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല. കാരണം ഓൾറെഡി പണി കിട്ടിയിരിക്കുകയാണല്ലോ. ഈ സീസണിൽ ക്യാപ്റ്റൻ ആവാൻ അക്ബറിന് പറ്റില്ല. പിന്നെ ഉള്ള 3 പേര്, അതിനകത്ത് ലക്ഷ്മിയെ ഒരിക്കലും നൂറ തെരഞ്ഞെടുക്കില്ല. ഒന്നാമത്തെ കാര്യം, ഒണിയിലിനെതിരെ ഉണ്ടായ ഇഷ്യൂസ്. 2, ലക്ഷ്മിയുടെ നൂറയോടും ആദിലോടുമുള്ള പെരുമാറ്റം ശരിയല്ല. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്നുള്ള പറച്ചിൽ മാത്രമല്ല, പെരുമാറ്റത്തിലും അതുണ്ട് ലക്ഷ്മിയുടെ പെരുമാറ്റത്തിൽ. സോ അതുകൊണ്ട് തന്നെ നൂറ ഒരിക്കലും തെരഞ്ഞെടുക്കാൻ പോകുന്നില്ല. അഭിലാഷും ഒണിയിലും. അതിൽ അഭിലാഷ് ഓൾറെഡി ഇപ്പൊ തന്നെ ക്യാപ്റ്റൻ ആണ്. പിന്നെ ഉള്ളത് ഒണിയിലാണ്. ആ പ്ലാനിങ്ങിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ച ആളെന്നുള്ള നിലയിൽ ഒണിയിലിനെ തെരഞ്ഞെടുക്കുകയാണ് നൂറ ചെയ്തത്. ഏറ്റവും മികച്ചൊരു തീരുമാനമായിരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.